ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. സൺഡേ ആയതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. 2 ദിവസത്തെ തുണി അലക്കിയിടാനുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ അതങ്ങ് അലക്കിയിട്ടു. ചുറ്റും റബ്ബറായതുകൊണ്ട് തുണിയൊക്കെ ഉണക്കിയിട്ടാൻ ഭയങ്കര പാടാണ്. ഞങ്ങളുടെ വീഡിയോസിലൂടെ കണ്ടിട്ടാവും എനിക്കൊരു മോനുണ്ട്. അവനിപ്പോൾ താഴെ തറവാട്ടിൽ പോയേക്കുവാണ്. സൺഡേ ആയതുകൊണ്ട് അവനെപ്പോഴും അങ്ങനെ പോകുന്നതാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോയേക്കും, അതുകൊണ്ട് ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. കൊച്ചു വരുന്നതിന് മുന്നേ പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം. ഇനി വീടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. ഇവൻ്റെ ടോയ്സ് എപ്പോഴും ഇങ്ങനെ നിരത്തിയിടുക അവിടെ ഇവിടെ, അതുകൊണ്ട് വീടൊക്കെ അലങ്കോലമായിരിക്കും. ആകെ വീട്ടിലിരിക്കുന്ന ദിവസം സൺഡേ ആണ്. അന്ന് ക്ലീനിങ് കൊണ്ട് ദിവസം തീരുന്നത് അറിയില്ല. ഞങ്ങളുടെ ഷോർട്സ് വീഡിയോസിൽ നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടെന്നറിയില്ല. ഞങ്ങൾക്കൊരു ചെറിയ ബൊട്ടീക്കുണ്ട്. അപ്പോൾ രാവിലെ പോയാൽ വൈകിട്ട് തിരിച്ചെത്താറുള്ളൂ. ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂമുകളും അടിച്ചു വാരി. ഞങ്ങളുടെ വീട് നോർമൽ കട്ട കൊണ്ടല്ല പണിതേക്കുന്നത്, ലോക്ക് കട്ട എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലായിടത്തും എങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. ഈ കട്ട ആയതുകൊണ്ട് തേക്കേണ്ട ആവശ്യമില്ല, പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതി. ഇപ്പം 4 വർഷമായി വീട് വെച്ചിട്ട്. പക്ഷേ ഈയിടെയായി ഇത് ചെറുതായിട്ട് കട്ട പൊടിയുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. ഇനി ഹാളും കൂടെ വൃത്തിയാക്കാം. അവിടെയുണ്ട് ഒരുപാട് സാധനങ്ങൾ. അതെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് വേണം അടിച്ചു വരാൻ. കുട്ടികളുള്ള വീട് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. എത്ര അടുക്കി പെറുക്കി വെച്ചിട്ടും കാര്യമില്ല. വീഡിയോ കാണാൻ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവനും അവൻ്റെ അച്ചാച്ചനും കൂടെ തോട്ടിപ്പോയി പിടിച്ച മീനുകളാണ് ഈ ബൗളിലുള്ളത്. അവൻ UKGയിലാണ് പഠിക്കുന്നത്. അവൻ്റെ ബുക്സൊക്കെയാണ് ഇരിക്കുന്നത്. ടേബിളൊന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റേതായ പോരായ്മകളുണ്ടാവും. ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അടിച്ച് വരുമ്പോഴേക്ക് സമയം അങ്ങ് എത്തും. അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് നടക്കും. വഴിയെ അതൊക്കെ ശരിയാകും. ചോറും കറികളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കും. ഹസ്ബൻഡ് ഫുഡ് കൊണ്ടുപോവുക ചെയ്യുന്നത്. കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ അതൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും ആ ഷോർട്സൊക്കെ പോയിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കൊച്ചു കയറി വരുന്നതായിട്ട് എല്ലായിടവും തുടച്ചിടണമെന്ന് കൂടിയുണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടികൾ ഒരുവിധമായി. ഇത് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പായിട്ട് ഞാനൊരു പഴം തിന്നാന്ന് ഓർത്ത് വന്നു. ഒരു പഴം തിന്ന് കഴിഞ്ഞപ്പം ഒന്നും മാറിയില്ല. അതുകൊണ്ട് ഒരു പഴം കൂടെ തിന്നു. എന്നിട്ട് ബാക്കിയൊക്കെ ഫുള്ള് തുടച്ച് കഴിഞ്ഞ് ഞാൻ ചോറുണ്ണാൻ വേണ്ടി പോവാണ്. ചോറിന് കറിയായിട്ട് ചിക്കൻ കറിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയാണുള്ളത് കേട്ടോ. ഭയങ്കര വിശപ്പായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ആസ്വദിച്ച് അങ്ങ് കഴിക്കായിരുന്നു കേട്ടോ. സൺഡേ മാത്രമേ എനിക്ക് ഹെയർ കെയർ ചെയ്യാനൊക്കെ സമയം കിട്ടാറുള്ളൂ. മുടിക്കാണെങ്കിൽ ഫുള്ള് താരനും മുടി കൊഴിച്ചിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഹെയർ പാക്കൊക്കെ ഇട്ടിരിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്ന് കുറച്ച് തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, അതൊന്ന് മടക്കി വെക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് കുളിക്കണം. ഭയങ്കര ചൂടാണ് ഈ കാലാവസ്ഥയ്ക്ക്. ഭയങ്കര പാടാണ് ജീവിച്ചു പോവാൻ. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ച് പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് കുളിച്ച് കൊച്ചിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് വന്നു. ഇപ്പോൾ ഏകദേശം 7 മണി ആവാനായി കേട്ടോ. ഇനി എനിക്ക് കുറച്ച് ആൾട്രേഷൻ വർക്കുണ്ട്. അത് കഴിഞ്ഞ് ഫുഡും കഴിച്ച് കിടന്നുറങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.